പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിയും ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്ന ആശങ്കയും തൽക്കാലം ഒഴിഞ്ഞതോടെ ആഗോള എണ്ണ വിപണി ഉണർവിലാണ്. യുഎസും ഇറാനും തമ്മിലുള്ള ചരിത്രപരമായ സമാധാന കരാറും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറന്നതും വരും വർഷങ്ങളിൽ വിപണിയിൽ ആവശ്യത്തിലധികം അസംസ്കൃത എണ്ണ ലഭ്യമാക്കും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഹോർമുസ് കടക്കാൻ സമാന്തര പാത സ്വീകരിച്ച കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് തിരിച്ചടിയായി ഇറാന്റെ റഡാർ കേന്ദ്രങ്ങളടക്കം അമേരിക്ക പ്രത്യാക്രമണം നടത്തിയത് നടപടികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. എങ്കിലും ഇന്ധനക്ഷാമം തീരുന്നുവെന്ന പ്രതീതിയിൽ ഗൾഫ് രാജ്യങ്ങളടക്കം ഇന്ധനവില കുറയ്ക്കുന്ന നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. രാജ്യാന്തര വിപണിയിലെ ഈ അനുകൂല സാഹചര്യം രാജ്യത്തെ പെട്രോൾ, ഡീസൽ, ചില്ലറ വിൽപ്പന വിലയിൽ പ്രതിഫലിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉപഭോക്താക്കൾ ഉറ്റുനോക്കുന്നത്. ഈ വിഷയമാണ് സ്പോട്ട്ലൈറ്റും പരിശോധിക്കുന്നത്. ഇന്ധനവില അടുത്തൊന്നും കുറയില്ലേ? ഇന്ത്യയിലേക്കുള്ള 30 കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട 26 കപ്പലുകൾ പേർഷ്യൻ ഗൾഫിൽ ഹോർമുസ് കടലിടുക്ക് കടക്കാനായി കാത്തിരിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണയ്ക്ക് പിന്നാലെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സമുദ്ര ഗതാഗതത്തിൽ ക്രമേണ പുരോഗതി കൈവരിച്ചു വരികയാണ്. ഇന്ത്യയ്ക്ക് നിർണായകമായ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകളുടെ സഞ്ചാരം അധികൃതർ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തങ്ങളുടെ അസംസ്കൃത എണ്ണയുടെ വലിയൊരു വിഹിതവും വിദേശ വിപണികളിൽ നിന്ന് വാങ്ങുന്ന ഇന്ത്യയ്ക്ക് ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും ആഭ്യന്തര വിപണിയിലെ നാണയപ്പെരുപ്പം നിയന്ത്രിക്കാനും ഇത് സഹായകരമാകും. ഹോർമുസ് കടലിടുക്കിൽ മറ്റു പ്രതിസന്ധികൾ ഉണ്ടായില്ലെങ്കിൽ ആഗോള വിപണിയിൽ എണ്ണ ലഭ്യമാകും എന്നാണ് പ്രതീക്ഷ. ഇന്ത്യയിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടായേക്കും. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ ഇടിവ് ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കൊടുമ്പിരി കൊണ്ട സമയത്ത് ബാരലിന് $120 വരെ കുതിച്ചുയർന്നിരുന്ന ക്രൂഡ് ഓയിൽ വില ഇറാനും യുഎസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ഇപ്പോൾ $72 താഴെയായി കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ വില ബാരലിന് ഏകദേശം 6570 രൂപ എന്ന നിലവാരത്തിലാണ് വ്യാപാരം നടക്കുന്നത്. ഇക്കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ 7200 രൂപയ്ക്ക് മുകളിലായിരുന്ന വിലയാണ് ഇപ്പോൾ 6500 രൂപയുടെ അടുത്തേക്ക് താഴുന്നത്. അതായത് ഒരാഴ്ചക്കിടെ ഏകദേശം 600 മുതൽ 700 രൂപ വരെയാണ് ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ കുറവുണ്ടായിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാറിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ ഗതാഗതത്തിലെ അനിശ്ചിതത്വത്തിൽ കുറവുണ്ടായതും ആഗോള വിപണിയിൽ എണ്ണ വിതരണം വർദ്ധിച്ചതുമാണ് വിലയിടിയാൻ പ്രധാന കാരണം. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവും കുറഞ്ഞു. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നപ്പോൾ ഉപഭോക്താക്കൾക്ക് വലിയ ആഘാതമുണ്ടാകാതിരിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾ പെട്രോൾ, ഡീസൽ വില കുറച്ചുകാലം വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിർത്തിയിരുന്നു. ഈ കാലയളവിൽ കമ്പനികൾക്കുണ്ടായ സാമ്പത്തിക നഷ്ടം ഇപ്പോൾ ആഗോള വില കുറയുമ്പോൾ നികത്തുകയാണ്. എണ്ണ കമ്പനികളുടെ നഷ്ടം എന്നത് സ്ഥിരമായ ഒന്നല്ല. അത് അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ആഗോള വില കുത്തനെ കൂടിയ സമയത്ത് പൊതുമേഖലാ കമ്പനികൾക്ക് കനത്ത നഷ്ടം വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വില കുറഞ്ഞ സാഹചര്യത്തിൽ പഴയ നഷ്ടങ്ങൾ നികത്താൻ അവർ ശ്രമിക്കുന്നതിനാലാണ് വിലയിലെ കുറവ് ഉപഭോക്താക്കളിലേക്ക് എത്താത്തത്. നിലവിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിർണയാധികാരം എണ്ണ കമ്പനികൾക്ക് തന്നെയാണ്. പെട്രോളിയം മന്ത്രാലയവും ധനമന്ത്രാലയവും എണ്ണവിലയിലെ മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞെങ്കിലും അതിന്റെ ഗുണഫലം ഉപഭോക്താക്കളിലേക്ക് എത്താൻ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. എണ്ണ കമ്പനികളുടെ കടബാധ്യതകൾ നികത്തുന്നതിനും ഇൻവെന്ററി നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനും സമയമെടുത്തേക്കാം. ഔദ്യോഗികമായി പെട്രോൾ, ഡീസൽ വില കുറയ്ക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടുമില്ല. രാജ്യാന്തര വിലയിലുണ്ടാകുന്ന മാറ്റം അന്നു തന്നെ ഇന്ത്യയിലെ വിലയിൽ പ്രതിഫലിക്കണമെന്നില്ല. ഇറാൻ യുദ്ധത്തിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചെങ്കിലും 2.5 മാസത്തിനു ശേഷമാണ് രാജ്യത്ത് പെട്രോൾ, ഡീസൽ വില കൂടിയത്. അതും വർധനയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഉപഭോക്താക്കൾക്ക് കൈമാറിയത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. കുറഞ്ഞത് 5-6 മാസങ്ങളെങ്കിലും വില കുറയാനായി കാത്തിരിക്കേണ്ടി വരുമെന്നും റിപ്പോർട്ടുണ്ട്. അതായത് 2027 വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരിക്കും ഇനി രാജ്യത്ത് ഇന്ധനവില കുറയ്ക്കുക എന്നാണ് പ്രതിപക്ഷ ആക്ഷേപം. ഗാർഹിക LPG വിൽപ്പനയിലെ നഷ്ടം ഇപ്പോഴും ഉയർന്ന നിലയിലാണെങ്കിലും വരും ദിവസങ്ങളിൽ ക്രൂഡ് ഓയിൽ വിലക്കുറവിന്റെ പ്രതിഫലനം ഇതിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ കുറവ് ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് ഒരു വലിയ ആശ്വാസമാണ്.
എന്നാൽ എണ്ണ കമ്പനികളുടെ മുൻകാല നഷ്ടങ്ങൾ നികത്തേണ്ടതിന്റെ ആവശ്യകതയും സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഈ നേട്ടം ഉപഭോക്താക്കളിലേക്ക് എത്തുന്നതിൽ കാലതാമസം നേരിടാൻ സാധ്യതയുണ്ട്. ആഗോളതലത്തിൽ സംഘർഷങ്ങൾ കുറയുന്നതും എണ്ണ വിതരണം സുഗമമാകുന്നതും ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തെ ഇന്ധനവിലയെ അനുകൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിലക്കയറ്റത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനത്തിന് എത്രയും പെട്ടെന്ന് ആശ്വാസം കിട്ടുന്ന നടപടികളാണ് ഉണ്ടാവേണ്ടത്. ഹോർമുസിൽ സമാധാനമെത്തി എണ്ണക്കപ്പലുകളുടെ ചരക്ക് നീക്കം സുഗമമാകുന്നത് യാഥാർത്ഥ്യമായാലേ അത് സാധിക്കൂ. പശ്ചിമേഷ്യയിൽ സമാധാന കരാറിന് ശേഷവും നിലനിൽക്കുന്ന ചെറിയ സംഘർഷങ്ങൾ ഉടനടി പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതോടുകൂടി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് അവസാനിക്കുന്നു.